ഈ സന്ദേശത്തിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ തീയതി കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട ഭാഗ്യശാലി, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണ നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോകുന്നു. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും, സങ്കടങ്ങളും, പ്രതിസന്ധികളും വരും ദിവസങ്ങൾക്കുള്ളിൽ എന്നേക്കുമായി അവസാനിക്കും. ഈ നിമിഷത്തിൽ നിങ്ങൾ സന്തോഷങ്ങളെ നിങ്ങളിലേക്ക് അതിവേഗം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദിവ്യലോകത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. നിങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ പോലും ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഭൂതകാലം വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നു. ഒരുപാട് വഞ്ചനകൾ നിങ്ങൾ കണ്ടു. ഒട്ടേറെ പ്രതിസന്ധികളെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടു. എന്നാൽ ആ ദിവസങ്ങൾ ഇനി കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു മനോഹരമായ പുലരി ഉണ്ടാകാൻ പോകുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറും. വിജയം സുരക്ഷിതമാകും. ഈ കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ ഭാഗ്യത്തെ ആശ്രയിച്ചാണ് നിങ്ങൾ എത്രത്തോളം സന്തോഷം ആകർഷിക്കുന്നു എന്നത് ഇരിക്കുന്നത്. നിങ്ങളുടെ കർമ്മങ്ങൾ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ ഫലവും നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കും. പേടിക്കേണ്ടതില്ല. ഇനിയൊരു പ്രതിസന്ധിയും ഒരു വെല്ലുവിളിയും നിങ്ങളെ തളർത്തില്ല. നിങ്ങൾ പൂർണ്ണമായി വിജയിക്കും. ഒരിക്കൽ കൂടി ആ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരികയാണ്. നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോകുന്നു. ഒരു സുഖകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ഒരു വലിയ സത്യം വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ വിജയത്തിനായി ഞാൻ തയ്യാറാക്കിയ പദ്ധതികൾ ഇനി സഫലമാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്ന ഒരു വലിയ പ്രശ്നം ഇനി അവസാനിക്കും. നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ വിജയത്തിന്റെ വഴികൾ തുറന്നുതരും. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തീർച്ചയായും വലിയ ഉയരങ്ങളിലെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഓരോ സ്വപ്നവും ഇനി സഫലമാകും. നിങ്ങൾക്ക് ശരിയായ ദിശ ലഭിക്കും. സങ്കടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ മുക്തനാകും. ഞാൻ ഏത് ദിശയിലേക്കാണോ ചുവടുവെക്കുന്നത് ആ ദിശ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ഒരുപാട് സുഹൃത്തുക്കളും നല്ല മനുഷ്യരും നിങ്ങളോടൊപ്പം ചേരും. ജീവിതത്തിന്റെ 4 ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ചുവടുവെപ്പുകൾ ഇനി പ്രതിസന്ധികളുടെ അവസാനമായിരിക്കും. ഈ യാത്ര വളരെ വിജയകരവും ലളിതവുമായിരിക്കും. ഒരു വലിയ ഊർജം നിങ്ങളിലേക്ക് അതിവേഗം വരുന്നുണ്ട്. അത് ജീവിതത്തെ പരിപൂർണമാക്കും. സന്തോഷമായിരിക്കൂ. നിങ്ങൾക്ക് ആശംസകൾ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭാഗ്യം മാറും. ജീവിതത്തിൽ നല്ലതും ശുഭകരവുമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ മാലാഖമാർ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീഴാൻ പോകുമ്പോഴെല്ലാം ഇരുട്ടിലായ നിങ്ങളുടെ പാതയെ അവർ പ്രകാശപൂരിതമാക്കും. നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ ഈ കരയിൽ നിന്ന് മറുകരയിലെത്തിക്കും. ഇനി തളരരുത്. നിങ്ങൾ വീഴില്ല. വളരെ പെട്ടെന്ന് തന്നെ വിജയകരമായി നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും. നെഗറ്റീവ് ശക്തികളുടെ വലയമുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കും. വിജയം നിങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എത്തിച്ചേരും. പ്രപഞ്ചം തന്റെ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല എന്നാണ്. അകലങ്ങൾ കുറയുന്നു. ജീവിതം പ്രതിസന്ധികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഇതുവരെ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ ഇനി സാധ്യമായിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നല്ല സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവർ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ഉള്ളിലെ അറിവ് വർദ്ധിക്കും. കുറവുകൾ മാറി നിങ്ങൾ ശ്രേഷ്ഠനായി മാറും. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം നിറയും. ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെട്ടിരുന്ന ആ ശൂന്യതയും അപൂർണതയും പെട്ടെന്ന് തന്നെ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകും. നിങ്ങൾ വിജയിക്കും. വളരെ മനോഹരമായി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടു പോകും. ദിവ്യമായ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് തനിയെ ലഭിക്കും. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഈശ്വരൻ എങ്ങനെയാണ് തന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയുന്നത് എന്ന്. അവിടുത്തെ അടയാളങ്ങൾ മനസ്സിലാക്കൂ. ജീവിതത്തിൽ ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട്. പൂർത്തിയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വലിയ വിജയങ്ങൾ നേടും. പോസിറ്റീവ് ആയിരിക്കൂ. മുന്നോട്ടു പോകൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കും. ദുഃഖങ്ങളും തടസ്സങ്ങളും മാറി സന്തോഷത്തിന്റെ സമയം ആരംഭിക്കും. നോക്കി നിൽക്കെ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സമരകാലഘട്ടവും കണ്ടു. പ്രിയപ്പെട്ടവർ വഞ്ചിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണീർ വന്നു. നിങ്ങളുടെ ഹൃദയം വേദനിച്ചു. എന്നാൽ ആ സമയമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു.
ഇനി നിങ്ങൾ വിജയത്തിന്റെ ഒരു സുവർണവശം കാണും. ഒരു സുഖകരമായ യാത്ര നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്നു. നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകും. ആരോഗ്യകരമായ ജീവിതമുണ്ടാകും. ശാരീരികമായും മാനസികമായും നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാകും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇനി പൂർണ്ണമായി മാറും. പ്രപഞ്ചത്തിന്റെ ശക്തികൾ നിങ്ങളുടെ മേൽ വർഷിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും. സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ചേരുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വഴികൾ നിങ്ങൾക്കായി തുറക്കപ്പെടുകയാണ്. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കണം. പ്രപഞ്ചം തന്റെ സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വലിയ സന്തോഷവാർത്ത ലഭിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം നിങ്ങൾ ചുവടുവെക്കൂ. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറം നിങ്ങൾക്ക് വിജയം ലഭിക്കും. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. ഒരു അപരിചിതൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അയാൾ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായി മാറും. 4 ദിശകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇനി കഠിനമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ലളിതമായി മാറും. അസാധ്യമായതെല്ലാം സാധ്യമാകും. നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എളുപ്പത്തിൽ മാറിപ്പോകും. നിങ്ങളുടെ പക്കൽ സമൃദ്ധമായി പണമുണ്ടാകും. അസാധ്യമായ കാര്യങ്ങളിൽ പോലും ഇനി സാധ്യതകൾ തെളിയും. നിങ്ങളുടെ പെരുമാറ്റം മുൻപത്തേക്കാൾ കൂടുതൽ മികച്ചതാകും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോകും. പുരോഗതി കൈവരിക്കും. നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മാറിപ്പോകും. ഇനി ചിന്തിച്ചു നിൽക്കാതെ മുന്നോട്ടു പോകൂ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കപ്പെടാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റാരുടെയും സഹായമില്ലാതെ ഒരാൾ കഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ അയാളെ സഹായിച്ചിരുന്നു. അന്ന് നിങ്ങൾ അയാൾക്കൊപ്പം നിന്നു. ഇന്ന് നിങ്ങളുടെ ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ ആ കർമ്മമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇതാ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഫലം വരാൻ പോകുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ശക്തികൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. വഴികളിൽ തടസ്സങ്ങൾ വരുമ്പോൾ അവ തനിയെ മാറിപ്പോകും. ഇരുട്ട് അനുഭവപ്പെടുമ്പോൾ ഒരു നിമിഷം ദൈവത്തെ സ്മരിക്കൂ. വഴികൾ തുറക്കപ്പെടും. നിങ്ങൾക്ക് വലിയ വിജയവും സമ്മാനങ്ങളും ലഭിക്കും. ഭൗതിക സുഖങ്ങൾക്കായി ആളുകൾ ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഫലം ലഭിക്കും. ഒരു നിമിഷം പോലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. ഒരു ശക്തിരാപ്പകൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ചുവട് മുന്നോട്ട് വയ്ക്കൂ. നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. ഈ യാത്ര വളരെ മനോഹരമായിരിക്കും. പ്രതിസന്ധികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മുക്തമായ നിങ്ങളുടെ മനോഹരമായ ജീവിതം വലിയ ഉയരങ്ങളിലെത്തും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും. മുന്നോട്ടു പോകൂ. എന്റെ ശക്തികൾ നിങ്ങളോടൊപ്പമുണ്ട്. പ്രപഞ്ചം തന്റെ സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ വന്നതാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ 2 വഴികൾ, ഓപ്ഷനുകൾ വരാൻ പോകുന്നു. രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ലാഭകരമാണ്. മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണു പോകരുത്. മറ്റാരുടെയും വാക്ക് കേൾക്കരുത്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണോ അത് മാത്രം കേൾക്കുക. അടയാളങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളുടെ പാതയിലെ ഇരുട്ടിനെ ഞാൻ പ്രകാശമയമാക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്നും വഴി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നു. എങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നോക്കൂ, ഇനിയെല്ലാം നിങ്ങൾക്ക് എത്ര എളുപ്പമാവുകയാണെന്ന്. നോക്കി നിൽക്കെ ചില രഹസ്യങ്ങൾ വെളിപ്പെടും. സാധാരണക്കാരനായി കാണപ്പെടുന്ന ഒരു വ്യക്തി പോലും നിങ്ങൾക്ക് വലിയ രീതിയിൽ സഹായകരമായി മാറും. ലളിതമായ പാതയാണ് ഞാൻ നിങ്ങൾക്കൊരുക്കുന്നത്. എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു തടസ്സവും നിങ്ങളുടെ വഴിയിൽ വരില്ല. ഒരു പ്രശ്നവും നിങ്ങളെ അസ്വസ്ഥമാക്കില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ സ്മരിക്കൂ. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സുഖകരമായ അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കൂ. എല്ലാം എത്ര നന്നായി മാറുന്നു എന്ന് കാണൂ. ദുഃഖത്തിന്റെ മേഘങ്ങൾ അകന്നുപോയിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ അത്രയധികം ഭാഗ്യം ചെയ്തവരാണ്. ഒരു മനോഹരമായ സന്തോഷവാർത്ത വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആശംസകൾ. നിങ്ങളുടെ സമയം മാറാൻ പോകുന്നു. നിങ്ങളുടെ കർമ്മങ്ങളുടെ ശുഭകരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇത് പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്ന് നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കപ്പെടും. സുവർണ പേനയാൽ ദൈവമാണ് നിങ്ങളുടെ വിധി എഴുതുന്നത്. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോസിറ്റീവ് ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. ഇനി നിങ്ങൾ നെഗറ്റീവ് ശക്തികളിൽ നിന്ന് അകന്നു മാറുകയാണ്. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നല്ല കാര്യങ്ങൾ നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ഇതിനെ സ്വീകരിക്കൂ. പുണ്യാത്മാക്കൾ അപരിചിത രൂപത്തിൽ നിങ്ങളിലേക്ക് വരികയും നിങ്ങളെ സഹായിക്കുകയും വഴി കാണിക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന എല്ലാ സന്തോഷങ്ങളും ഇനി നിങ്ങളിലേക്കെത്തും. ഇത് പ്രപഞ്ചത്തിന്റെ ദിവ്യമായ തീരുമാനമാണ്. നോക്കൂ, സൂര്യപ്രകാശം പോലെ നിങ്ങളുടെ സുവർണഭാവി നിങ്ങളെ മുന്നിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ എല്ലാ അശാന്തിയും മാറിപ്പോകും. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും ശുഭകരവുമായ കാര്യങ്ങൾ സംഭവിക്കും. ആളുകൾക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കും. സൂര്യനെപ്പോലെ നിങ്ങൾ തിളങ്ങി ഉയരും. ജീവിതം പ്രകാശപൂരിതമാകും. ഇതൊരു യാദൃശ്ചികതയല്ല. എന്റെ ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തണമെന്നത് എന്റെ തീരുമാനമാണ്. പ്രപഞ്ചം ഈ സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആരോ കാത്തിരിക്കുന്നു എന്നാണ്. മുൻജന്മ ബന്ധമുള്ളതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും രൂപം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ ആരോ വിളിക്കുന്നുണ്ട്. ഒരു ദിവ്യശക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമയത്തിന്റെ ചക്രമാണ്, വളരെ ശക്തനാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അനുകൂലമായും ചിലപ്പോൾ പ്രതികൂലമായും വരാം. എന്നാൽ കഠിനമായ സാഹചര്യങ്ങളിൽ പോലും തോറ്റുകൊടുക്കാതെ സംയമം പാലിച്ച് ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്ന മനുഷ്യനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. പെട്ടെന്ന് സന്തോഷത്തിന്റെ ഒരു തരംഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാം ശരിയാകും. ആ നിമിഷത്തിനായി കാത്തിരിക്കൂ. ഒരുപാട് സന്തോഷങ്ങളും ശുഭവാർത്തകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പോഴെല്ലാം ഓർക്കുക, പ്രപഞ്ചം മനുഷ്യരെ വളരെ മനോഹരമായ രീതിയിലാണ് പരീക്ഷിക്കുന്നത്. ശരിയായ തീരുമാനമെടുക്കാനും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നത് ഉള്ളിൽ അതിനുള്ള കഴിവുള്ളവർക്ക് മാത്രമാണ്. പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണ്. സ്നേഹത്തോടെ ദൈവത്തെ ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷം നോക്കൂ, നിങ്ങളുടെ വഴിയിലൂടെ തന്നെ എത്ര നല്ല കർമ്മങ്ങൾ നടക്കാൻ തുടങ്ങുമെന്ന്. അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ജീവിതകാലം മുഴുവൻ നിങ്ങൾ സുഖം അനുഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. മറന്നുപോലും നിങ്ങളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. നിങ്ങളെല്ലാം നിങ്ങളുടേതായ സഫലമായ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ്. സംയമനത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നു. നിങ്ങൾ ആനന്ദം അനുഭവിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സന്തോഷം വർഷിക്കും. കാരണം സ്വന്തം ജീവിതത്തിന് സ്വയം പ്രചോദനം നൽകുകയും സ്വയം വഴി കാണിക്കുകയും ചെയ്യുന്ന ഒരേയൊരു മനുഷ്യൻ നിങ്ങളാണ്. സ്നേഹം ലഭിക്കാൻ സ്നേഹം നൽകേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ലഭിക്കും. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകളെ അവഗണിച്ചിട്ടില്ല. ആരുടെയും കണ്ണീരിന് കാരണമായിട്ടില്ല. മറ്റുള്ളവരുടെ ദുഃഖം ദൂരെ നിന്നുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. ഇനി നോക്കൂ, നിങ്ങളെ തള്ളിക്കളഞ്ഞ ഈ ലോകം എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്ന്. ആളുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കും. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും. നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ വിജയം കണ്ട് ആളുകൾ അത്ഭുതപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മാറി നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. നിങ്ങളുടെ പുരോഗതിയും വളർച്ചയും ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്കായുള്ള കഠിനമായ വഴികൾ പെട്ടെന്ന് തുറക്കപ്പെടും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ വലിയ സന്തോഷം ജീവിതത്തിൽ ലഭിക്കാൻ തുടങ്ങും. വഴികൾ ലളിതമാകും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്തിരുന്നു. അതിന്റെ ഫലം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിരുന്നു. അവർക്കായി പ്രാർത്ഥിച്ചിരുന്നു. ഈ നല്ല പ്രവൃത്തികൾ മനുഷ്യനെ വലിയ ഉയരങ്ങളിൽ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾ വിജയത്തിന്റെ തൊട്ടടുത്താണ്. ഇതുവരെ നിങ്ങൾക്ക് അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇനി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കണ്ട പണത്തിന്റെ ബുദ്ധിമുട്ടുകളും കുറവുകളും ഇനി സമൃദ്ധിയിലേക്ക് മാറും. എല്ലാ വഴികളും ഞാൻ നിങ്ങൾക്കായി തുറന്നു തരുന്നു. ഈ സന്ദേശം നിങ്ങളിലേക്ക് വെറുതെ എത്തിയതല്ല, എത്തിച്ചതാണ്. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ അത്രയധികം വർഷിക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ദൈവകൃപയാൽ സാവധാനം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നത് എന്ന് നോക്കൂ. പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി ജീവിതം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകും. ഭൂതകാലത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെ മാറി പോസിറ്റീവ് ചിന്തകളോടെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആകാൻ പോകുന്നു. എല്ലാം വളരെ നന്നായി സംഭവിക്കും. ഏറ്റവും വലിയ കാര്യം ഇത് നിങ്ങളെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷിക്കും എന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടി വരില്ല. എല്ലാം തനിയെ നടക്കും. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജചക്രങ്ങളെ ചക്രാസ് ഇത് ബാലൻസ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ എല്ലാ ജോലികളും നടക്കും. ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുടെ വഴികൾ മുൻകൂട്ടി തന്നെ തുറക്കപ്പെടും. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. അതുകൊണ്ട് പ്രാർത്ഥനകൾ, ചാൻഡിംഗ്, ജപം തീർച്ചയായും ചെയ്യുക. ഇതിന്റെ ഫലം വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കാത്തതാണ്. നിങ്ങൾ ഇത് ആരംഭിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുമുണ്ട്. അതിനായി ഞാൻ നന്ദി പറയുന്നു.
പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ അവയ്ക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട്. നോക്കി നിൽക്കെ ചില രഹസ്യങ്ങൾ വെളിപ്പെടും. സാധാരണക്കാരനായ ഒരു വ്യക്തി പോലും നിങ്ങളെ സഹായിക്കും. പെട്ടെന്ന് സന്തോഷത്തിന്റെ ഒരു തരംഗമുണ്ടാകും. എല്ലാം ശരിയാകും. ആ നിമിഷത്തിനായി കാത്തിരിക്കൂ. ജീവിതയാത്രയിൽ ചിലപ്പോൾ ഇരുട്ട് നിറഞ്ഞ രാത്രികൾ ഉണ്ടായേക്കാം. ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രമല്ല ഉണ്ടാകുക, സുഖത്തിനു ശേഷം ദുഃഖവും, ദുഃഖത്തിനു ശേഷം വീണ്ടും സുഖത്തിന്റെ ഒരു പുലരിയും ഉണ്ടാകും. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പോഴെല്ലാം ഓർക്കുക, പ്രപഞ്ചം മനുഷ്യരെ പരീക്ഷിക്കുകയാണ്. ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഉള്ളിൽ അതിനുള്ള കഴിവുള്ളവർക്കു മാത്രമാണ്. സമർപ്പണത്തോടെ, പ്രേമഭാവത്തോടെ ദൈവത്തെ ഓർക്കൂ. അതിനുശേഷം നിങ്ങളുടെ ജീവിതം ആനന്ദം കൊണ്ട് നിറയും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, ആരുടെയും ദുഃഖത്തിന് കാരണമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞ ലോകം ഇനി നിങ്ങളെ സ്വീകരിക്കും. പെട്ടെന്ന് പ്രകൃതി നിങ്ങളുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചു തരും. ദൈവം നിങ്ങളുടെ പാതയൊരുക്കുകയാണ്. ഇനി നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രവൃത്തികളും ദൂരദേശങ്ങളിൽ വരെ പ്രശംസിക്കപ്പെടും. നിങ്ങളുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും തനിയെ മാറിപ്പോകും. ഇതൊരു അത്ഭുതമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സംയമനത്തോടെ കാത്തിരിക്കൂ.